ഈ ഒരു യുഗത്തില് നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് കലിയുഗത്തില്. ആ കലിയുഗത്തില് ഏറ്റവും പ്രധാനം നാമജപമായതുകൊണ്ട് ഏത് നാമം ജപിക്കണം എന്ന് പലരും ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് അറിവിലേക്കായിട്ട് ഹരേ കൃഷ്ണ ഹരേ രാമ, അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ ഒരു മന്ത്രമാണ് കലിയുഗത്തിൽ ജപിക്കേണ്ടത്. അപ്പൊ ചോദിക്കാം, തിരിച്ചത് ചൊല്ലാൻ പാടില്ലെന്ന് ചോദിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പം ഹരേ രാമ എന്ന് ആദ്യം തുടങ്ങേണ്ട സമയത്ത്, ആദ്യം തുടങ്ങി ജപിക്കുന്നതിന് കുറേയേറെ നിഷ്ഠകൾ ആവശ്യമാണ്. ശരീരശുദ്ധിയും വ്രതശുദ്ധിയും ഒക്കെ ആവശ്യമാണ്. ഹരേ രാമ എന്ന് ആദ്യം ചൊല്ലി തുടങ്ങുന്നതിന് വ്രതശുദ്ധി ആവശ്യമാണ്, ശരീരശുദ്ധിയൊക്കെ ആവശ്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു ശുദ്ധിയോടെ എല്ലാ സമയവും ജപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഹരേ കൃഷ്ണ എന്ന് ആദ്യം തുടങ്ങി ജപിക്കാൻ പറയുന്നത്. അതിന് ശരീരശുദ്ധി ഒന്നും ഇല്ലാതെ തന്നെ എന്തായാലും മനഃശുദ്ധി നമുക്കുണ്ടാവണം. എങ്കിലും ശരീരശുദ്ധി ഇല്ലെങ്കിൽ തന്നെയും ഹരേ കൃഷ്ണ എന്ന് തുടങ്ങി ആ നാമം ജപിക്കാവുന്നതാണ്. അപ്പൊ ആ ഭഗവാനോട് അടുക്കുവാൻ, ആ ഭഗവാനിൽ നിന്ന് പ്രീതി ലഭിക്കുവാൻ, അനുഗ്രഹം ലഭിക്കുവാൻ ഈ യുഗത്തിലെ ഏറ്റവും വിലപ്പെട്ട മന്ത്രമാണ് ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറയുന്ന മന്ത്രം. ഇത് മുടങ്ങാതെ നിത്യവും ജപിക്കുക. ഏതൊരു നാമവും അല്ലെങ്കിൽ ഏതൊരു മന്ത്രവും ജപിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുണ്ടാകുന്നു. ആ അറിവിൽ നിന്ന് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും സാധിക്കുന്നു. അർത്ഥം അറിഞ്ഞ് ജപിക്കുമ്പോൾ നമുക്കത് ശരിയായി മനസ്സിലാക്കി ജപിക്കുവാൻ സാധിക്കുന്നു. അപ്പൊ എന്താണ് ഹരേ കൃഷ്ണ? അവ രണ്ടക്ഷരമല്ലേ, ഹരേയും കൃഷ്ണയും. അപ്പൊ ഹരേ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ രാധാദേവിയെ സ്തുതിച്ചുകൊണ്ടാണ് ഹരേ എന്ന് പറയുന്നത്. അപ്പൊ രാധാദേവിയെ നമിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഹരേ എന്നുള്ളൊരു വിളി രാധാദേവിയിലേക്കാണ് ചെന്നെത്തുന്നത്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാം. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ, ഈ ജഗത്തിന്റെ ജഗത്പാലകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് കൃഷ്ണ എന്ന് വിളിക്കുന്നത്. അപ്പം ഹരേ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാല്, അലയോ രാധാദേവി, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസേവ ചെയ്യുവാനായി, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവ ചെയ്യുവാനുള്ള അനുഗ്രഹം എന്നിൽ തരൂ എന്നതാണ് ആ ഹരേ കൃഷ്ണ എന്ന ആ നാമത്തിന്റെ അർത്ഥം തന്നെ. ഓരോ തവണയും നമ്മൾ ആ നാമം ജപിക്കുമ്പോൾ രാധാദേവിയുടെ അടുക്കിലേക്ക് ആ പ്രാർത്ഥന എത്തുന്നു, അവിടെ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തുന്നു.